കെ എം മാണി സ്മാരകത്തിന് സ്ഥലം അനുവദിച്ച് സംസ്ഥാന സർക്കാർ കവടിയാറിൽ 25 സെന്റ് സ്ഥലമാണ് അനുവദിച്ചത്. 2020 ബജറ്റിൽ പ്രഖ്യാപിച്ചതാണെങ്കിലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് സ്ഥലം അനുവദിക്കാൻ തീരുമാനിച്ചത്. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സജീവമായിരിക്കുകയാണ്. സ്മാരകത്തിന് സ്ഥലം അനുവദിച്ച് അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യവും കണക്കാക്കാം. കെ എം മാണി സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് 5 കോടി രൂപയും. ഇപ്പോൾ കേട്ടത് 2020 ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ബജറ്റ് പ്രസംഗം. അന്ന് കേരള കോൺഗ്രസും പ്രതിപക്ഷ നിരയിൽ. കെ എം മാണിയുടെ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിപ്പുണ്ടെങ്കിലും മാണിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് വ്യക്തമാക്കിയായിരുന്നു ഐസക്കിന്റെ പ്രഖ്യാപനം. പിന്നീട് രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരുപാടുണ്ടായി. കേരള കോൺഗ്രസും LDFിലേക്ക് എത്തി. പക്ഷേ സ്മാരകം മാത്രം വന്നില്ല. കെ എം മാണിക്കുള്ള സ്മാരകം പേപ്പറിൽ ഒതുങ്ങിയതിനെതിരെ കേരള കോൺഗ്രസിൽ അമർഷം ശക്തമായിരുന്നു. പ്രഖ്യാപനം നടത്തിയ സർക്കാർ മാറി. ധനമന്ത്രി തോമസ് ഐസക്കും. രണ്ടാം പിണറായി സർക്കാർ എത്തി. കാലാവധി പൂർത്തിയാക്കാൻ നാളുകൾ എണ്ണി കാത്തിരിക്കുമ്പോഴാണ് സ്മാരകത്തിന് സ്ഥലം അനുവദിച്ച മന്ത്രിസഭാ യോഗ തീരുമാനം. അതും കേരള കോൺഗ്രസ് എമ്മിന്റെ UDFിലേക്കുള്ള മടക്കം സംബന്ധിച്ച ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ 5 വർഷത്തിന് മുമ്പ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി ഈ 5 വർഷം നടപ്പാക്കാതിരിക്കുകയും ഇന്ന് പെട്ടെന്ന് ഇങ്ങനെയൊരു വാഗ്ദാനം നൽകുമ്പോൾ ഇതൊരു മുന്നണി വിടാതിരിക്കാനുള്ള പാരിതോഷികമായിരുന്നോ എന്ന് സാധാരണക്കാർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല. ജോസ് കെ മാണിയും കൂട്ടരും LDF ഇടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ ഇന്ന് ജോസ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കെത്തി. LDFിൽ തന്നെ തുടരുമെന്ന് പ്രഖ്യാപനം. ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് കെ എം മാണി സ്മാരകത്തിന് സ്ഥലം അനുവദിച്ചുള്ള മന്ത്രിസഭായോഗ തീരുമാനമെത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.